അങ്ങനെ 2024 കഴിയാറായി. ഈ വർഷം ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോണ്ടന്റ്സ് എന്നൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന മോളിവുഡ് ആണ്. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം നമ്മളെ ഇൻഡസ്ട്രിയിലുള്ള മൂവീസ് ആണ് ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഗുഡ് ക്വാളിറ്റി മൂവീസ് ആയിരുന്നു. ആൻഡ് ഞാൻ ഈ വർഷം ഒരുപാട് മൂവീസ് കണ്ടു. അതിൽ ഒരുപാട് മൂവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് മൂവീസ് എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. സോ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മൂവീസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഫിലിം ഫെസ്റ്റിൽ ഞാൻ കണ്ട കുറച്ച് മൂവീസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ മലയാളം മൂവി ബ്രഹ്മയുഗം, വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ഓഫ് 2024 എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്രമാത്രം കിട്ടില മൂവിയായിരുന്നു. ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും മൂവിയുടെ കോണ്ടന്റ് ആയാലും മൂവിയുടെ മേക്കിംഗ് ആയാലും എക്സിക്യൂഷനും എല്ലാം വേറെ ലെവലായിട്ടുള്ള ഒരു മൂവി. എന്റെ 2024 വൺ ഓഫ് ദ ടോപ്പിൽ നിൽക്കുന്ന മൂവിയും കൂടിയാണ്. കാരണം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട അത്ര കിട്ടിലമായിട്ടുള്ള ഒരു മൂവിയാണ് ബ്രഹ്മയുഗം. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരുപാട് മലയാള മൂവീസ് ഉണ്ട്. ആട്ടം, പ്രേമലു, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, അന്വേഷിപ്പിൻ കണ്ടെടുത്തും, ആടുജീവിതം, തലവൻ, ഗോളം, ഉള്ളൊഴുക്ക്, ഗഗനാചാരിയൊക്കെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യത്തെ ഒരു സൈഫൈ മൂവി ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് പാരഡൈസ് ഒക്കെ ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു മൂവിയുടെ കോണ്ടന്റും ആ ഒരു മേക്കിംഗും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ആൻഡ് ലെവൽ ക്രോസ്, ഈ ഒരു മൂവി ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അത്ര കിടിലമായിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് അജയന്റെ രണ്ടാം മോഷം, കിഷ്കിണ്ട കാണ്ടൊക്കെ വേറെ ലെവലായിട്ടുള്ള ഒരു മൂവിയാണ്. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോർഷൻ മാൻ കിളി വാർത്ത് നമ്മുടെ അത്രമാത്രം കിടിലൻ ട്വിസ്റ്റ് ഉള്ള ഒരു മൂവിയാണ് കിഷ്കിണ്ട കാണ്ടം. ആൻഡ് സൂക്ഷ്മ ദർശിനി ആൻഡ് മാർക്കോ. ആൻഡ് മലയാളം മൂവീസ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് മൂവീസ് ഉള്ളത് തമിഴിലാണ്. ഹിന്ദിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നീടുള്ളത് ഹോളിവുഡ് ആണ്. ആൻഡ് തമിഴിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് മൂവീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഉണ്ടായിരുന്നു. ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ മൂവീസ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഒരുപാട് മൂവീസ് ഒക്കെ വന്നെങ്കിലും മനസ്സ് നിറച്ച് അല്ലെങ്കിൽ കാണുമ്പോൾ അടിപൊളി എന്ന് തോന്നിയ കുറച്ച് മൂവീസ് മാത്രമേ തമിഴിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ മൂവി മഹാരാജ, തമിഴിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആണ് ഈ വർഷത്തെ. അത്ര കിടിലൻ മൂവിയാണ്. അതിന്റെ ട്വിസ്റ്റ് ആയാലും അതിന്റെ പ്ലോട്ട് ആയാലും എല്ലാം അടിപൊളിയാണ്. ഇപ്പൊ ചൈനയിലൊക്കെ റിലീസ് ചെയ്ത് റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു ആ ഒരു മൂവിക്ക്. ആൻഡ് അതുപോലെ തന്നെയാണ് ലബ്ബർ ബന്ദ്, മെയ്യഴകനൊക്കെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി തന്നെ പറയാം. അത്ര ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. ആൻഡ് വാഴയും അതുപോലെ തന്നെയാണ് ഒരു ലൈഫ് സംസാരിക്കുന്ന സിനിമയായിരുന്നു. അതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. ആൻഡ് അമരൻ, വിടുതലെ പാർട്ട് 2 ആൻഡ് അങ്കമാൽ എന്ന് പറയുന്ന മൂവി ഞാൻ ഫിലിം ഫെസ്റ്റിവലാണ് കണ്ട. ഒരു കിടില മൂവിയായിരുന്നു. ചെറിയൊരു കോണ്ടന്റ് ആണ്. ആ ഒരു കോണ്ടന്റ് വളരെ നൈസായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് തങ്കലനും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതിന്റെ സ്റ്റോറിയൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് മറ്റുള്ള ഇൻഡസ്ട്രീസിലെ മൂവീസ് നോക്കുവാണെങ്കിൽ ലക്കി ഭാസ്കർ, കൽക്കി, ലപ്പത്ത ലേഡീസ്, കില്ലൊക്കെ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മാർക്കോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ മാർക്കോയുടെ വയലൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മാർക്കോയിൽ ശരിക്കും സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും വയലൻസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ ത്രൂഔട്ട് മൂവി നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി തന്നെയാണ്. ആൻഡ് കൽക്കി ആൾസോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോർഷൻ അത്ര കിടിലായിരുന്നു. ആൻഡ് പിന്നീട് ലക്കി ഭാസ്കർ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. സ്റ്റാം 1992 ഒരു വേറൊരു വെർഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതിന്റെയും എക്സ്പീരിയൻസ് ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഹോളിവുഡ് നോക്കുവാണെങ്കിൽ ഒരുപാട് മൂവീസ് ഉണ്ട്. ഡ്യൂൺ 2, ഡെഡ്പൂൾ ആൻഡ് വുൾവറിന്റെ തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. ആൻഡ് ട്വിസ്റ്റേഴ്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു കിടില മൂവി ആയിരുന്നു. ആൻഡ് ഞാൻ ഐമാക്സിലാണ് കണ്ട അത്ര കിടില എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ആ ഒരു മൂവി. ആൻഡ് ദ വൈൽഡ് റോബോട്ട് ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻ മൂവി ആയിരുന്നു. അതിന്റെ സ്റ്റോറി, അതിന്റെ സ്ക്രീൻ പ്ലേ, ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ മൂവി തന്നൊരു ഫീൽ എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ് ദ വൈൽഡ് റോബോട്ട് എന്ന് പറയുന്നത്. ആൻഡ് അനോറയെ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ കണ്ട മൂവിയാണ്. ഇപ്പൊ ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. നൈസ് മൂവിയാണ്. 18+ ആണ് മൂവി. പക്ഷെ അതിന്റെ ഒരു കോണ്ടന്റും അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ എന്റെ എക്സിക്യൂഷൻ ഒക്കെ നൈസ് ആയിരുന്നു. ആൻഡ് കോൺക്ലേവ് എന്ന് പറയുന്ന മൂവിയും ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ട. ഇപ്പൊ ഡിജിറ്റലി റിലീസ് ആയിട്ടുണ്ട്. ഈ പോപ്പ് ഉണ്ടല്ലോ, അത് റോമിലുള്ള, സോ അവിടെ നടക്കുന്ന ഒരു ഇലക്ഷനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. നല്ലൊരു മൂവിയായിരുന്നു. ആൻഡ് ഒഡിറ്റി എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടും അടുത്ത ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഒക്കെ ഉള്ള ഒരു ഹൊറർ മൂവിയായിരുന്നു. അതും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീടുള്ളത് ദി സബ്സ്റ്റൻസ്, ഫ്ലൈ മീ ടു ദ മൂൺ, ടാരറ്റ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഏലിയൻ റൊമുലസിന്റെ തിയേറ്റർ എക്സ്പീരിയൻസും ആ ഒരു മൂവിയുടെ സ്റ്റോറിയും പ്രസന്റേഷനൊക്കെ വേറെ ലെവലായിരുന്നു. എസ്പെഷ്യലി തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഐമാക്സിലാണ് ആ മൂവി കണ്ടത്. അത്ര കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെയിലിംഗ് കിടിലായിരുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷ പോയത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ടെംപ്ലേറ്റ് കാണുമല്ലോ, അതിൽ നിന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു മൂവി. ആൻഡ് സിവിൽ വാറും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയ മൂവിയാണ്. A24 മൂവിയാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ആൻഡ് മങ്കി മാൻ, ട്രാൻസ്ഫോമേഴ്സ് 1, എക്സുമയും ഒരു അടിപൊളി മൂവിയായിരുന്നു. നല്ലൊരു കിടിലൻ ഹൊറർ എക്സ്പീരിയൻസ് ആയ ഒരു മൂവിയാണ്. ആൻഡ് പിന്നീടുള്ളത് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്, അതൊരു നൈസ് മൈൻഡ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ആൻഡ് അപ്പോക്ലിപ്സ് ഡിസേർട്ട്, അതൊരു സോംബി മൂവിയാണ്. അത് നൈസ് ആയിരുന്നു. ആൻഡ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ, ഇതൊരു നൈസ് മൂവിയാണ്. നമ്മൾ അധികം എക്സ്പീരിയൻസ് ആയ ഒരു കോൺസെപ്റ്റും ഒരു എൻഡിങ് ഒക്കെ ആയിരുന്നു ഈ ഒരു മൂവിയുടെ. ആൻഡ് ലോങ് ലെഗ്സ് അധികം പേർക്ക് വർക്കായില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നല്ല രീതിക്ക് വർക്കായ ഒരു മൂവിയാണ്. ചെറിയ സ്ലോ പേസ് ആണ്, പക്ഷെ ആ ഒരു മൂവിയുടെ ആ ഒരു കോണ്ടന്റ് ഡെപ്തും ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയും കൂടിയാണ് ലോങ് ലെഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഒരു ചൈനീസ് മൂവി ഉണ്ട്, എ പ്ലേസ് കോൾഡ് സൈലൻസ്. അതൊരു കിടിലൻ മൂവിയാണ്. ഒരു കിടിലൻ ട്വിസ്റ്റ് ഉള്ള ഒരു മൂവിയാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറെ 2 മൂവീസും കൂടി ഫെസ്റ്റിവലിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒന്ന് വന്നിട്ട് നീ ക്യാപ്പ്, ഒരു കിടില
കിടിലം മൂവിയാണ്, ട്രൂ സ്റ്റോറിയാണ്, അടിപൊളിയായിട്ടാണ് ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ഗേൾ വിത്ത് ദ നീഡിൽ. ഒരു അടിപൊളി മൂവിയാണ്, പേര് പോലെയാണ് ഇതൊരു മൂവിയുടെ കോൺസെപ്റ്റ് പോയിരിക്കുന്നത്. അത്ര കിടിലായിട്ടുള്ള ഒരു മൂവിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, നമ്മൾ പ്രമേയം പോലെയാണ് ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവീസ്. ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് എന്ന് എടുത്തു പറയാൻ എനിക്ക് മനസ്സിൽ ആദ്യം വരുന്ന മൂവീസ് ആണ് ഇതൊക്കെ. സോ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് തോന്നി നിങ്ങളെ മൂവി ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ആൻഡ് ഈ ലിസ്റ്റിൽ ഇല്ലാതെ നിങ്ങൾ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന മൂവീസ് ഏതാണെന്നും കൂടി വെച്ചാൽ കമന്റ് ചെയ്യും. ഞാനും കൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. സോ ഇതൊക്കെയാണ് എന്റെ 2024 വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവീസ്. സോ ഈ ഒരു മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.